ഒരു മാപ്പ് ചതിച്ച. വാവ്, വഴി തെറ്റി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇടവേലുള്ള മാടത്തിൽ റിസോർട്ടിലാണ്. ഇന്ന് ഞങ്ങൾക്ക് അവിടെ ഇന്നൊരു സ്റ്റേ ആണ്. നാളെ പിറ്റേന്ന് രാവിലെ 11:30 നമ്മൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നത്. സ്ഥലമൊക്കെ വഴിയെ കാണിക്കാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാട്ടോ പോയത്. പക്ഷേ നമ്മളെ ഏതോ പെരയിടത്തിന്റെ മുന്നിലായിരുന്നു ഗൂഗിൾ മാപ്പ് കൊണ്ട് എത്തിച്ചത്. വീഡിയോ ഒക്കെ ഇൻട്രോ എടുക്കാൻ മറന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് ഇതാ പോവുകയാണ്. ഗൂഗിൾ മാപ്പ് ഒത്തിരി നമ്മളെ കറക്കിയെങ്കിലും ഫൈനലി നമ്മൾ സ്ഥലത്തെത്തി. അപ്പോൾ ഇതാണ് റിസോർട്ട്. ഫ്രണ്ട് വ്യൂ തന്നെ സീ ആണ്. എന്ത് രസാന്നറിയാവോ. ഞങ്ങളുടെ പണി സാധനങ്ങളും കൊണ്ടാ പോകുന്നത്. ഫോട്ടോഷൂട്ടിനുള്ള സ്റ്റാൻഡ്, ഡ്രസ്സ്, എല്ലാ സാധനങ്ങളും ആയിട്ടാണ് പോകുന്നത്. മെയിനായിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തുക എന്നതാണ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ മാറി നിന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ പുറത്തോട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന കോട്ടേജ്. ഇവിടെ ഒത്തിരി അധികം കോട്ടേജസ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടേത്. ഓക്കെ, നമ്മളിങ്ങനെ ഇപ്പേ റൂമെല്ലാം നല്ലോണം ഒന്ന് കാണിച്ചു തരാമേ. നമുക്കൊരു മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടാ. കോഫി കുടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എസ്കഫേറ്, കോഫി, തേയിലയും അതിന്റെ ഒരു ഷുഗറും. ബാത്റൂം കാണിച്ചേ. നല്ല ബാത്റൂം, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കണ്ണാടി വലിയ കണ്ണാടി. മോയ്സ്ചറൈസറും ഷാമ്പൂ ഉണ്ട്. പിന്നെ 2 സോപ്പ്, പേസ്റ്റ്, ബ്രഷ് ആണെന്ന് തോന്നാം. നല്ല ചീപ്പ്. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. അറിഞ്ഞൂടാ, എന്നാലും നമ്മൾ കൊണ്ടുപോകും. ഇത് നമ്മളെ പല്ല് തേക്കാം. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന്, പക്ഷെ ഞാൻ ഒരു ബ്രഷ് മേടിക്കണം. കാര്യം എന്റെ ബ്രഷ് നല്ല വൃത്തികെട്ട കോസായി. എന്റെ ബ്രഷ് ഒരു ആങ്കറിന്റെ ഒരു ടൂത്ത് പേസ്റ്റോ ഇവിടെ വെച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാം. സമാധാനം. ഒരു ദിവസത്തേക്ക് മേക്കപ്പ് ചെയ്യാം. ഇതൊക്കെ നമ്മളെ വീട്ടിലെ വേണം അല്ലെ മുത്തേ. ഇത് മൊത്തം എനിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണം. ഇത്രയും വലിയ കണ്ണാടി വേണം. ഉച്ചയ്ക്കായിരുന്നു ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഫുഡ് കൊണ്ടുവന്ന് വെറുതെ ആ ഒരു എക്സ്പെൻസ് കൂടി കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതേതായി നന്നായി. നേരെ പഴല് എല്ലാം നേരെ ചെകുത്താൻ. എല്ലാം വീഡിയോ ഒക്കെ ഉണ്ടല്ലേ. വീഡിയോ ഒക്കെ വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ശരിക്കും മനസ്സിലാതായിട്ടില്ലേ. ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളൊന്ന് കോഫി ഇട്ട് കുടിച്ചു. കുഴപ്പമില്ല, ഒരു ആവറേജ് അത്രയൊക്കെ പറയുള്ളൂ. അത്ര സൂപ്പർ എന്നൊന്നും പറയില്ല. അതിനൊക്കെ ശേഷം ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങി. പുറത്തോട്ട് വ്യൂ കാണാൻ ഇറങ്ങി. ഇവിടെ ഇന്ന് കുളിക്കാം. മുത്തന്ന് ഇവിടെയാണ് ഇന്ന് കുളിക്കാൻ പോണം അല്ലേ മുത്തേ. ഓ, ഇതിന്റെ വ്യൂ നോക്ക്, എന്ത് രസം. ഇവിടെ ഫുള്ള് പുല്ല് വേണം വരുന്നു. എവിടെ? ഇവിടെ. എനിക്ക് ഊഞ്ഞാലിലൊക്കെ കിടക്കണം മുത്തേ. കിടന്നു കവന്നടിച്ച് വീഴരുത്. എനിക്ക് അത്ര പറയാറുള്ളു. ഇവിടെ ഫുള്ള് പച്ചപ്പായിരുന്നു നേരത്തെ. തീ എത്തിച്ചപ്പോ കരിഞ്ഞു പോയി. അത് നല്ല രസമായിരുന്നു. ഇത് ഫോട്ടോയിലുണ്ടായിരുന്നു. ഇതവര് കൂട്ടിയിട്ട് കത്തിച്ചതാണ്. മറ്റേ പായലുണ്ടല്ലോ,
പായല് കണക്കായിരുന്നു ഇവിടെ ഫുള്ള്. ഞാൻ ഒരു വീഡിയോയിലും കണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. ഇതിന്റെ മേളിലുണ്ടല്ലോ കേറിയിട്ട് കടല് നോക്കുമ്പോ എന്റെ അമ്മീ പേടിയാവും. നിനക്ക് പേടിയോ? ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ 2 അനിയന്മാരും വന്നു. ഇവരാണ് അവര്. അതിനുശേഷം കുറച്ച് 2-3 ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മഴക്കോള് വന്നപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് കടലിൽ നിന്ന് തിരിച്ചു കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഇവിടെ വന്നതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഭയങ്കര എക്സ്പെൻസാ. കാര്യം ഞങ്ങളവിടെയൊക്കെ ഒരു ലൈമിന് 20 രൂപയുള്ളെങ്കിൽ ഇവിടെ 60 രൂപയാണ്. അതുപോലെ ഫുഡിന്റെ കാര്യം മാത്രം നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാര്യം നല്ല റേറ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചോട് ഒടുക്കത്തെ മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയിരുന്ന്. ആ മഴയത്ത് അവന്മാരെ നമ്മൾ പിന്നെ തിരിച്ച് പറഞ്ഞു വിട്ടത്. പറഞ്ഞു വിട്ടിട്ട് ഇതാ വരുന്നു കണ്ട്. ഇതേതായി കള്ളൻ? ഹെൽമെറ്റൊക്കെ നനഞ്ഞ മുത്തേ? ഇത് കണ്ടു. അങ്ങനെ നമ്മൾ ഡേ 1 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. സംഭവം അടിപൊളിയായിരുന്നു. എൻ്റെ അനിയന്മാർ വന്നു, 2 പേര് വന്നു. ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ്, 2 ഡ്രസ്സ് എടുത്ത്. ഇത് ഒരു ഡ്രസ്സ്. ഈ ഡ്രസ്സ് ശരിക്കും നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സാണ്. 2 ഡ്രസ്സ് വെച്ച് 2 കോസ്റ്റ്യൂമായിരുന്നു. ഈ ഡ്രസ്സ് ഇട്ടപ്പോഴേക്കും അവസാനം ഒത്തിരി എനിക്കൊന്നും ഒത്തിരി താമസിച്ചു. അപ്പോൾ ലൈറ്റൊക്കെ ഒത്തിരി ഇഷ്യൂ ആയിരുന്നു. പിന്നെ മഴക്കാറ് ഇതുവരെയോ കേരളത്തിൽ മഴ വളരെ കുറവാണ്. മഴ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര വെയിലാണ് എപ്പോഴും. പക്ഷെ നമ്മളിങ്ങോട്ട് വന്നത് മഴ അങ്ങോട്ട് തുടങ്ങി. അങ്ങനത്തെ ഒത്തിരി സൺസെറ്റൊക്കെ കാണാനൊന്നും പറ്റിയൊന്നുമില്ല. അങ്ങനത്തെ ഇച്ചിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഫോട്ടോസ് കൂടിയൊക്കെ അത് വേറൊന്നുമില്ല, ജസ്റ്റ് സെൽഫി പോലെ നമ്മുടെ കുറച്ച് കുട്ടി മൊമെൻറ്റ്സ് ഒക്കെ കൂടിയൊക്കെ എടുക്കണമെന്നുണ്ട്. അതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ്. പിന്നെന്താ, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെയൊക്കെ കഥകളൊക്കെ പറയാം. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പറയാം. ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടിയൊക്കെ എടുത്തതിന് ശേഷം കാണാം. ഓക്കെ, ബൈ. ഹലോ. ഇന്നലെ ഒന്നും അത് എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വെച്ചു, അതൊന്നും നടന്നില്ല. നമ്മൾ കിടന്നുറങ്ങി, നേരത്തെ കിടന്നുറങ്ങി. ഇങ്ങനെ തന്നപ്പോഴായിരുന്നു ഇവിടെ നല്ല മഴയും പെയ്ത്. ഇപ്പം സമയം എത്ര മണിയായി? 7 മണി ആയതേ ഉള്ളൂ. നമ്മൾ നേരത്തെ എണീറ്റു. നേരത്തെ എണീറ്റു. അതിന് പ്രകൃതി ഞാൻ എണീറ്റ് വന്ന് രാവിലെ ഈ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് മുത്തിനെ കാണിച്ചിരാം. മുത്ത് കോഫി ഇടുന്നു. എന്തേക്ക് ഇതെന്ത് നല്ല കട്ട ഒന്ന് കോഫിയോ? ഗമോൺ നല്ല രസമില്ലേ? നൽകൂല. ഇതിലെ പാ പോലെ ഉണ്ട്. രാവിലെ അതൊക്കെ തുറന്ന ഇല്ല, കഷ്ടം മാറ്റി കാണിച്ചുതരാം. ഇനി നമുക്ക് പുറത്തോട്ട് പോകും. രാവിലെ ഈ കാഴ്ചയും കൊണ്ട് എനിക്ക് എന്ത് രസമാണ്. അവിടെ ഇരിക്കാം. അടിപൊളിയല്ലേ? ഏത് ദിവസം ആമ്പല് മൊത്തം വിരിഞ്ഞ് അടിപൊളി. ഇന്നലെ പക്ഷേ വരുന്നില്ല കേട്ടോ. ഇന്നലെ മുട്ടായി കറങ്ങുന്നു വിരിഞ്ഞ് അടിപൊളി. ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് തന്നിരുന്നു. പക്ഷെ ഞാൻ അധികം ഉറങ്ങിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക്
സ്ഥലം മാറി കിടന്നു പെട്ടെന്ന് നോക്കാം. ഞാനും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയമുള്ളൂ. കട്ടൻ കൊള്ളാം, മോത്തി എത്ര പോരും. ഇവിടുത്തെ ഫുൾ കാര്യം ഇതിന്റെയൊക്കെ കാര്യം എടുത്ത് ചെയ്യുന്നു. എന്ത് പൈസയും പറഞ്ഞോളൂ. നമ്മൾ എന്തൊക്കെയാ വാങ്ങിയത്? 2 കറിയാണ് മേടിച്ചത്. കറി ഒരു ഡ്രാഗൺ ചിക്കനും പിന്നെ ഒരു ഗാർലിക് ചിക്കനും പിന്നെ 11 പൊറോട്ടയും 4 ലൈം. ലൈവിന്റെ വലിയ ലൈം 70 രൂപ, പൊറോട്ട ഒരെണ്ണം നോർമൽ സൈസ് തന്നെ പൊറോട്ട. അതൊക്കെ അരിഞ്ഞും പോയി. പൊറോട്ട 20. ഈ കറി ഒരു കറിക്ക് 280, ഒരു കറിക്ക് 300, മൊത്തം 1200. ഈ ഫുഡ് സ്റ്റാർട്ടിങ് 700 രൂപ. അതും കൂടെ വേണ്ടത് അല്ലേ ഇവിടെ? കടലിലെ രാവിലെ കുറേ പേര് കേട്ടോ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ഈ ഒരു പാക്കേജിൽ നമുക്ക് രാവിലത്തെ ഫുഡ് ഫ്രീ ആയിരുന്നു. എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം, അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഫുഡിന്റെ കാര്യത്തില് രാവിലെ മാത്രം. ഞങ്ങൾ അന്ന് അവിടെ പുട്ടും കടലയായിരുന്നു. ഞങ്ങൾ പുട്ടും കടലയും പിന്നെന്തോ ബ്രെഡ് റോസ്റ്റ് അങ്ങനത്തെ സംഭവം വാങ്ങിയിട്ട് കഴിച്ച് കാപ്പിയും കുടിച്ച് നേരെ പോയി. അങ്ങനെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നു. ടൈം വന്നിട്ട് 10-11 ആയുള്ളൂ. 11 മണിക്കാണ്. എങ്കിലും നമ്മളിപ്പോൾ ഇറങ്ങും. എല്ലാം പേരൊക്കെ ചെയ്ത് എല്ലാം കയറ്റിയിട്ട് റെഡിയാക്കി നിൽക്കുക. എന്തെങ്കിലും അപ്പോൾ ഈ റിസോർട്ടിന്റെ പേര് വന്നിട്ട് മാടത്തിൽ റിസോർട്ടാണ്. ഇത് ഇടവയിലാണ് ഉള്ളത്. വ്യൂ ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഒരു വട്ടമെങ്കിലും അവിടെ പോയി നോക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ബ്യൂട്ടി നമുക്ക് അനുഭവിച്ചറിയണമെന്ന് പറയില്ലേ, അതാ ശരി. അതായത് ഹസ്ബൻഡായിട്ട് അങ്ങനെ മാത്രമല്ല, നമുക്ക് ഫാമിലി ആയിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്, പറ്റിയ ഒരു സ്പോട്ടാണ്. അതിന് തൊട്ട് മേളിൽ ഒരുപാട് റിസോർട്ടുകൾ അടുത്തടുത്തായിട്ടുണ്ട്. ഇത് വേറെ റിസോർട്ടാട്ടോ. എന്താണെങ്കിലും അടിപൊളിയാണ്. ഒരു വട്ടമെങ്കിലും നമ്മൾ ഈ വെക്കേഷൻ ടൈം ശരിക്കും എൻജോയ് ചെയ്യാൻ നമ്മൾ പുറത്തോട്ടൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ നല്ലതാണ്. റിലാക്സും ചെയ്യാൻ പറ്റും, നമ്മളേതായിട്ടുള്ള ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കടലിന്റെ വ്യൂ ആണ് ഒന്നും പറയരുത്, എന്ത് ഭംഗിയായിരുന്നു അറിയാമോ കടല് കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ കളറ് തന്നെ നമ്മൾ ഒത്തിരി നേരം നിന്ന് അവിടെയും നിന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ടാട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. സോ വെക്കേഷൻ ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു റിസോർട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലെങ്കിലും വന്നവർ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ഈ ഒരു റിസോർട്ടിൽ പോയത് മെയ് ഒരു 10 ആയപ്പോഴാണ്. ജൂൺ 8 ആയിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഇന്ന് ജൂൺ 9. ഇന്നാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.